11 കൊല്ലത്തെ ഇടവേള അവസാനിപ്പിച്ച് NSS മാനേജ്മെൻറ്റുമായും NSS ജനറൽ സെക്രട്ടറിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് മന്നം ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെത്തി. പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, BJP നേതാക്കൾ ഇവരൊക്കെ തന്നെ ഈ മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയ ആളുകളും എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ് മഹിപാൽ പെരുന്നയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനീഷ്, വലിയ തിരക്ക്, നേതാക്കന്മാരുടെ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ താൻ അജയ്യനായ ഒരു വ്യക്തിയായി മാറുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ അദ്ദേഹം നൽകുന്നത്? SKN അങ്ങനെ 11 വർഷങ്ങൾക്ക് ശേഷം ആ മഞ്ഞുമല ഉരുകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയങ്ങൾക്ക് മുൻപാണ് മന്നം ജയന്തി ആഘോഷങ്ങളുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയത്. നിലവിൽ അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് സ്വാഭാവികമായും മുൻപിലെ മന്നം സ്മാരകത്തിലെത്തി, സമാധി സ്ഥലത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തുന്നതാണ് രീതി. ആ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പൊതുസമ്മേളന വേദിയിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരിക. മറ്റൊരു കോൺഗ്രസ് നേതാവിനും വേദിയിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പിന്നീട് ഇവിടെ എത്തിയിട്ടുള്ളത് BJP സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള K സുരേന്ദ്രൻ, അതുപോലെ തന്നെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി മന്നം സ്മാരകത്തിൽ സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി മടങ്ങിപ്പോകുന്നതാണ് രീതി. ഇവിടെ ഓരോ വർഷവും ചടങ്ങിന് ഔദ്യോഗികമായി ഈ പൊതുസമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ അവർക്ക് മാത്രമായിരിക്കും വേദിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപാണ് ശശി തരൂർ ഇവിടെ ഈ മന്നം ജയന്തി സ്മാരകം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തിയത് 2 വർഷങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ശശി തരൂരുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതിന് പിന്നീട് മന്നം ജയന്തി ആഘോഷങ്ങളുടെ വേദി ശശി തരൂർ എത്തിയിട്ടില്ല. 11 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇവിടെ രമേശ് ചെന്നിത്തല എത്തിയ ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കണം ഒരു നിലപാട് NSS സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ താക്കോൽ സ്ഥാനം എന്ന നിലപാടിനോട് കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയോ അതിനെ അനുകൂലിച്ചില്ല, തള്ളിപ്പറഞ്ഞാലും രമേശ് ചെന്നിത്തല ഇതാ പുറത്തു വന്നിരിക്കുന്നു കൂടിക്കാഴ്ച ശേഷം. അദ്ദേഹത്തോട് 11 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എന്ത് പറഞ്ഞത്? എന്ത് പറയല്ലോ അവിടെ. അല്ല എന്നാലും അദ്ദേഹം ഇപ്പൊ എന്ത് പറഞ്ഞു? SKN പറയാനുള്ളത് താൻ വേദിയിൽ പറയുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നിലവിൽ ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. അവിടെ എത്തി ഇനി അതിനുശേഷമായിരിക്കും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുക. പുഷ്പാർച്ചന നടത്തിയ ശേഷം പൊതുസമ്മേളന വേദിയിലേക്ക് പോകും. വലിയ തിരക്കാണ്. അതായത് ഈ സമാധി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേദിയിലും ഈ പരിസരത്തുമൊക്കെ തന്നെ ഒട്ടനേകം ആളുകൾ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് പക്ഷേ വേദിയിലേക്ക് ക്ഷണമുള്ള ചുരുക്ക നേതാക്കളിൽ ഒരാളാണ്, പ്രധാനപ്പെട്ട ഉദ്ഘാടകനാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ പ്രേമചന്ദ്രനുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. മുതിർന്ന പല നേതാക്കളും BJP നേതാക്കളുള്ള കൃഷ്ണപ്രസാദ് അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അപ്പോൾ അകത്തേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ്. അദ്ദേഹം പ്രതികരിച്ചത് എന്താണ് കൂടിക്കാഴ്ച നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ അദ്ദേഹം വേദിയിൽ അതിനെപ്പറ്റി പറയാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഇനി അല്പസമയം 10 മണിയോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. അതിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുമിച്ചായിരിക്കും ഇവിടെ NSS ആസ്ഥാനത്തെ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും മന്നം സമാധി സ്മാരകത്തിലേക്ക് പോവുക. ഇരുവരും ചേർന്ന് ഒരുമിച്ചായിരിക്കും പുഷ്പാർച്ചന നടത്താനായി പോവുക. SKN മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് എത്തിയെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഏതാണ്ട് 10-15 വർഷമായി NSS ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രവേശനം ഇല്ലായിരുന്നു. മാത്രമല്ല വളരെ നിശ്ചിതമായ വിമർശനങ്ങളും ഇടയ്ക്ക് NSS ആസ്ഥാനത്തു നിന്ന് ഉണ്ടായിരുന്നു.
NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിശ്ചിതമായ വാക്കുകൾ തന്നെ ഇത്തരം നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഈ പടലപ്പിണക്കമൊക്കെ അവസാനിപ്പിച്ച് NSS പൂർണ്ണമായും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇന്ന് മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് എത്തുന്നത്. മാത്രമല്ല VD സതീശൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങളും ചില നിലപാടുകളും NSSന് വല്ലാത്ത പ്രകോപനം ഉണ്ടാക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ ചില അതൃപ്തി സ്വകാര്യ വൃത്തങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ന് ഈ സമ്മേളനത്തിൽ ഈ മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നതോടെ ഒരുപക്ഷേ ഒരുപാട് കാലമായി നിലനിന്നിരുന്ന ഒരു അസ്വാരസ്യം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല പുതിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏറ്റവും ജനകീയ പിന്തുണയുള്ള ആള് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കുമെന്ന സൂചന കൂടി കൊടുത്തേക്കാം എന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നു.